പലരും ഈ രഹസ്യം എന്നൊക്കെ പറയുന്നത് സിദ്ധികളാണ്. അതെ, ഈ സിദ്ധികളിൽ യാതൊരു കാര്യമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. യഥാർത്ഥത്തിൽ ആത്മീയമായിട്ട് പുരോഗതിയുള്ളവർ സിദ്ധിയെപ്പറ്റി സംസാരിക്കാറില്ല, സിദ്ധി കാണിക്കുന്നില്ല. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, സാറിന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ഇടയിൽ സാറിന് അത്തരത്തിലുള്ള എന്തെങ്കിലും സിദ്ധികൾ? ഈ മെഡിറ്റേഷൻ പഠിക്കാൻ പോകുന്നവരെല്ലാം ആദ്യം ഈ ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ തുടങ്ങിയ ഒരു പോപ്പുലറായിട്ടുള്ളത് തുടങ്ങും. പിന്നെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് എന്ത് ടെക്നിക്കുണ്ട് എന്ന് അന്വേഷിക്കും. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുകയാണ്. ഒരു ടെക്നിക്കും ഇല്ല, വെറുതെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ സൈക്കിക്കിൻ്റെ രീതിയിലേക്ക്, ആ വൈബ്രേഷൻസ് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലേക്ക് എത്തുന്നത് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു വൈബ്രേഷനും ഇല്ലാത്ത അവസ്ഥയാണ് ശുദ്ധബോധം. പക്ഷെ നമുക്കൊരു ക്യൂരിയോസിറ്റി വരില്ലേ ഒരു ചില ആളുകളെ കാണുമ്പോൾ? അതെ, അത് ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്ക് ക്യൂരിയോസിറ്റി വരും. അപ്പോൾ അവരോട് സംസാരിക്കും, അവരോട് ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ ഒരുപാട് പേരെ ഞാൻ. അതേപോലെ മറ്റെന്തെങ്കിലും അനുഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടോ? 2 വർഷം എന്ന് പറയുമ്പോൾ ലോങ് പീരീഡ് അല്ലേ, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു അനുഭവം പറയാൻ കഴിയും? ഈ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ് കൂടുതൽ. അതായത് നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടെ ഈ ഗുഹയ്ക്കകത്തൊക്കെ പോകും. അപ്പോൾ അവസാനം നമ്മൾ മനസ്സിലാകുന്നത് ഈ മനുഷ്യൻ ജീവിതം മുഴുവൻ കിടന്ന് കഷ്ടപ്പെട്ടു, ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മളെ കാണുമ്പോൾ പേടിയാണ് അവർക്ക്. ആ പേടി മാറിക്കഴിഞ്ഞാൽ 3 ദിവസമെങ്കിലും ഇവിടെ താമസിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് നിർബന്ധിക്കും. അപ്പോൾ നമുക്കവിടെ താമസിക്കാൻ താല്പര്യമില്ലല്ലോ. അപ്പോൾ ഇയാളെ പറ്റി കൂടുതൽ മനസ്സിലാക്കണം എന്ന് വിചാരിച്ചാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമുക്ക് അവസാനം മനസ്സിലാകുന്നത് പുള്ളി ഒന്നും നേടിയിട്ടില്ല എന്ന് മാത്രമല്ല, പുള്ളി വലിയ മിസറിയിലാണ്. കാരണം അവർ മരിക്കുമെന്നുള്ള ഭയം, പലരും രോഗമൊക്കെ പിടിച്ച് കിടന്ന് കഷ്ടപ്പെടുകയാണ്. അപ്പം ഇങ്ങനെയുള്ളവരാണ് കൂടുതൽ. വളരെ അപൂർവമായിട്ട് എന്തെങ്കിലും ട്രാൻസെൻഡൻസ് എത്തിയ ആളുകളെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഈ പലരും ഈ രഹസ്യം എന്നൊക്കെ പറയുന്നത് സിദ്ധികളാണ്. അതെ, ഈ സിദ്ധികളിൽ യാതൊരു കാര്യമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. യഥാർത്ഥത്തിൽ ആത്മീയമായിട്ട് പുരോഗതിയുള്ളവർ സിദ്ധിയെപ്പറ്റി സംസാരിക്കാറില്ല, സിദ്ധി കാണിക്കില്ല. തന്നെയല്ല, ഇത് വളരെ ബാലിശമായിട്ടാണ് അവർ കരുതുന്നത്. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, സാറിന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ഇടയിൽ സാറിന് അത്തരത്തിലുള്ള എന്തെങ്കിലും സിദ്ധികൾ വന്നതായിട്ടോ അല്ലെങ്കിൽ അനുഭവിച്ചതായിട്ടോ? ഞാൻ അതിൽ ഒട്ടും ശ്രദ്ധിച്ചിട്ടില്ല. കാരണം ഈ സിദ്ധികൾക്ക് വേണ്ടി ശ്രമിക്കരുതെന്നാണ് എല്ലാ ട്രഡീഷനിലും പറയുന്നത്. സിദ്ധികളുടെ പുറകെ പോയാൽ നമ്മൾ യഥാർത്ഥത്തിലുള്ള സത്യത്തിൽ നിന്ന് അകന്നു പോവുകയുള്ളൂ. പക്ഷെ ചിലർ പറയാറുണ്ട് സാറിന് ചില സിദ്ധികളുണ്ട് എന്ന്. ഇല്ല, ചില സാധനങ്ങൾ. ഞാൻ അതിന് വേണ്ടി ശ്രമിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു സിദ്ധിയും എനിക്ക് വന്നിട്ടുമില്ല. ചില സാധനങ്ങളൊക്കെ സാറിനുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. സാധന എന്ന് പറയുമ്പോൾ സ്പിരിച്വൽ എഫേർട്ടാണ്. അതിന് കുറേ മാർഗങ്ങളുണ്ട്. ഇപ്പോൾ യോഗാഭ്യാസമുണ്ട്, ഹഠയോഗമുണ്ട്, ധ്യാനമാണ് ഏറ്റവും അങ്ങേയറ്റത്തെ ആത്മീയ സാധന. അതിലാണ് എൻ്റെ ആദ്യകാലത്തെ റിസർച്ച് മുഴുവൻ. 60കളിൽ 70കളുടെ ആദ്യവും മെഡിറ്റേഷനായിരുന്നു എൻ്റെ മെയിൻ ഫീൽഡ് ഓഫ് റിസർച്ച്. ഒരാൾ PhD വരെ അതിലാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കൂടെ PhD ചെയ്ത ഒരാൾ, അയാളുടെ ഗവേഷണ വിഷയം തന്നെ മെഡിറ്റേഷനായിരുന്നു. പക്ഷെ അത് നമ്മൾ അവസാനം വൈൻഡപ്പ് ചെയ്തത് വിട്ടു. കാരണം ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയ ഒരു സംഗതി അല്ല എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായി. അത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് വരേണ്ടതാണ്. നമ്മളുടെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സാത്വികത വളരെ കൂടുമ്പോൾ നാച്ചുറലായിട്ട് വരേണ്ട ഒരു അവസ്ഥയാണ് മെഡിറ്റേഷൻ എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായപ്പോൾ പിന്നെ എല്ലാവരെയും പിടിച്ച് മെഡിറ്റേറ്റ് ചെയ്യിക്കണം എന്നുള്ള ഒരു വാശി ഞങ്ങൾ ഉപേക്ഷിച്ചു. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മെഡിറ്റേഷൻ ടെക്നിക്ക് ഏതാണെന്ന് പറയാം? അതാണ് ഏറ്റവും വലിയ ഒരു തെറ്റ് സാറിന്. ഈ മെഡിറ്റേഷൻ പഠിക്കാൻ പോകുന്നവരെല്ലാം ആദ്യം ഈ ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ തുടങ്ങിയ ഒരു പോപ്പുലറായിട്ടുള്ളത് തുടങ്ങും. പിന്നെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് എന്ത് ടെക്നിക്കുണ്ട് എന്ന് അന്വേഷിക്കും. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുകയാണ്. ഒരു ടെക്നിക്കും ഇല്ല,
വെറുതെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ വെറുതെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ ടെക്നിക്ക്. അപ്പോൾ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്, ഒന്നും പ്രതീക്ഷിക്കരുത്, ഒന്നിനും ഒരു നീഡ് നമുക്ക് തോന്നാൻ പാടില്ല. അതായത് നീഡ് ട്രാൻസെൻഡൻസ്, അതായത് നമുക്ക് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഈ ഭയത്തിൽ നിന്ന് വരുന്നത്. നമ്മുടെ ഒരു എക്സിസ്റ്റൻഷ്യൽ ഇൻസെക്യൂരിറ്റിയിൽ നിന്നാണ് എന്തെങ്കിലും കിട്ടണമെന്നുള്ള തോന്നൽ നമുക്ക് വരുന്നു. അത് നമുക്ക് ഭയം ഇല്ലാതായാൽ എന്തെങ്കിലും കിട്ടണം, എവിടെയെങ്കിലും എത്തണം എന്നുള്ള ഒരു നിർബന്ധം തന്നെ ഇല്ലാതാവും. അപ്പോൾ വെറുതെ ഇരിക്കുക, ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക, ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക, അതാണ് ഏറ്റവും വലിയ ടെക്നിക്ക്. പക്ഷെ എന്നിരുന്നാലും ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ചില മെഡിറ്റേഷൻ ടെക്നിക്കുകൾക്ക് ഒരാളെ മറ്റൊരു തലത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയുമെന്ന്. അതെ, ഈ മറ്റൊരു സ്ഥലത്ത് എന്തിനാണ് എത്തേണ്ടത്, എന്തുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് എത്തണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് നമ്മുടെ ഉള്ളിൽ ഭയമുള്ളത് കൊണ്ടാണ്. ഇപ്പം നമുക്ക് എന്തോ കുറവുണ്ട്, എന്തോ ചെയ്ത് മറ്റൊരിടത്ത് എത്തണം, അത് വലിയ ഒരു സ്ഥലത്ത് നമുക്ക് എത്തണം എന്നുള്ള അതൊരു ലീനിയർ മൈൻഡാണ്. അതായത് ലീനിയർ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മൾ എന്തോ ചെയ്ത് എത്തണം. യഥാർത്ഥ മെഡിറ്റേഷൻ ഒന്നും ചെയ്യാതിരിക്കലാണ്. ഒന്നും ചെയ്യാതിരിക്കലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്ത് എന്തോ കിട്ടണം എന്നുള്ള ആ മൈൻഡ് സെറ്റ് ഇല്ലാതിരിക്കും. അല്ല, ഒരു സൈക്കിക്കിൻ്റെ തലത്തിലേക്ക് എത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള ഹീലിംഗ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ, ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ ഉണ്ടെങ്കിലാണ് ഒരു സൈക്കിക്കിൻ്റെ രീതിയിലേക്ക്, ആ വൈബ്രേഷൻസ് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലേക്ക് എത്തുന്നത് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു വൈബ്രേഷനും ഇല്ലാത്ത അവസ്ഥയാണ് ശുദ്ധബോധം. ശുദ്ധബോധത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് സങ്കല്പിച്ചാലും ഉടനെ അത് നടക്കും. ഹീലിംഗ് ആയാലും മറ്റെന്തായാലും. അപ്പോഴാണ് സൈക്കോ കൈനറ്റിക് പവർ നമുക്ക് വരുന്നത്. പക്ഷേ ഇതിനകത്ത് സൈക്കോ കൈനറ്റിക് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുവിനെ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റുന്നതല്ല. സൈക്കോ കൈനറ്റിക് എന്ന് പറഞ്ഞാൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ മൈൻഡ് ഓൺ മാറ്റർ. അത് ഒരു വസ്തുവിനെ ഫിസിക്കലായിട്ട് മാറ്റുക എന്ന് മാത്രമല്ല, വസ്തുവിനെ ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മൾ എന്ത് വിചാരിച്ചാലും ഉടനെ അത് നടക്കുക. നമുക്ക് വേണ്ടുന്നതെല്ലാം നമുക്ക് വേണ്ടുന്നതല്ല, നമ്മൾ എന്ത് സങ്കല്പിച്ചാലും അതുടൻ ഫാക്റ്റ് ആവും. പക്ഷേ ഇതിനകത്ത് വലിയൊരു കോൺട്രഡിക്ഷൻ കിടക്കുന്നത്, ഈ ശുദ്ധബോധം എന്ന് പറയുന്നത് നമുക്കെന്തോ കുറവുണ്ട് എന്നുള്ള തോന്നൽ പൂർണ്ണമായിട്ട് ഇല്ലാതാകുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾക്ക് വാസ്തവത്തിൽ ഒന്നും വേണ്ട, ഒന്നും ആവശ്യമില്ല. അപ്പോൾ അവിടെ നമ്മളുമില്ല, ശുദ്ധബോധം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾക്ക് ശുദ്ധബോധം കിട്ടുക, നമ്മൾ ശുദ്ധബോധത്തിൽ എത്തുക, നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ കോൺട്രഡിക്ഷനാണ്. കാരണം അവിടെ നമ്മളേ ഇല്ല. അപ്പോൾ യഥാർത്ഥ മെഡിറ്റേഷൻ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഈ ശുദ്ധബോധത്തിലേക്ക് എത്തുന്നതാണോ യഥാർത്ഥ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്? ശുദ്ധബോധത്തിൽ വാസ്തവത്തിൽ എത്തുകയല്ല, നമ്മൾ ശുദ്ധബോധമേ വാസ്തവത്തിലുള്ളൂ എന്നുള്ള തിരിച്ചറിവാണ്. അപ്പോൾ അവിടെ നമ്മളില്ല. അപ്പം നമുക്കൊന്നും കിട്ടേണ്ടതായിട്ടുമില്ല, നമ്മളൊന്നും ചെയ്യുന്നുമില്ല. പിന്നെ ഇതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഒരു അപ്പോഴാണ് ഈ സിദ്ധികളൊക്കെ വരുന്നത്, അപ്പോഴാണ് ഈ സിദ്ധികൾ ആളുകൾ പ്രയോഗിക്കുന്നത്. പക്ഷേ അങ്ങനെ സിദ്ധികൾ നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ നമ്മൾ നേരെ താഴോട്ട് പോകും, നമ്മൾ തുടങ്ങിയതിലും താഴെ പോകും. അതുകൊണ്ടാണ് സിദ്ധികൾക്ക് വേണ്ടി ശ്രമിക്കരുത്, അതിൽ ഭ്രമിക്കരുത് എന്ന് എല്ലാ മതങ്ങളിലും ഗുരുക്കന്മാർ പറയുന്നു. സാർ എപ്പോഴെങ്കിലും ആ ഒരു തലത്തിലേക്ക് എത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? അത് എത്താൻ ശ്രമിച്ചാൽ നടക്കില്ല, ആ ശ്രമം തന്നെ. അല്ല, സാർ പറഞ്ഞില്ല അതിന് തൊട്ടുമുമ്പുള്ള ഒരു സ്റ്റേജ് ഉണ്ട് എന്ന്. ആ സ്റ്റേജിലേക്ക് എപ്പോഴെങ്കിലും അല്ല, ആ സ്റ്റേജിൽ എത്തണം എന്ന് ആഗ്രഹിച്ചാൽ തന്നെ അത് ഏറ്റവും വലിയ തടസ്സമാണ്. ആഗ്രഹങ്ങളാണ് ഇതിനെല്ലാം ആഗ്രഹം തന്നെയാണ് തടസ്സം. ഞാൻ അതിൻ്റെ തൊട്ട് താഴെ എത്തി എന്ന് ചിന്തിച്ചാൽ പോലും പോയി. അനുഭവ തലങ്ങളിൽ നിന്ന് ആ സ്റ്റേജിലേക്കാണ് ഞാൻ എത്തിയത് എന്നൊരു അല്ല, അതൊരു അനുഭവമല്ല, ഒരനുഭവം വേണ്ട എന്നുള്ള ഒരു മാനസിക നിലയാണ് അത്. അപ്പോൾ നമ്മൾ അവിടെ എത്തണം, അതിൻ്റെ തൊട്ട് താഴെ എത്തണം, അതിലെത്തണം എന്നൊക്കെ വിചാരിക്കുന്നത് തന്നെ സെൽഫ് ഡിഫീറ്റിംഗ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ അതില്ല എന്നുള്ള ഒരു
ചിന്തയിൽ നിന്നാണ് അവിടെ എത്തുന്നത്. അതൊരു വീണ്ടും നമ്മൾ ലീനിയർ ട്രാക്കിലേക്ക് പോവുകയാണ്. പക്ഷെ ഇന്നത്തെ ഗുരുക്കന്മാരെല്ലാം അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സജഷൻ കൊടുത്തിട്ടാണ് ആളുകളെ തൻ്റെ ശിഷ്യന്മാരാക്കി മാറ്റുന്നത്. നിങ്ങളെ ഈ തലത്തിലേക്ക് കൊണ്ടുപോകാം, ഞാൻ ആ തലത്തിലെത്തിക്കാം, നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ലഭിക്കുന്ന തലത്തിൽ നിങ്ങൾക്ക് എത്താൻ കഴിയും. ഇങ്ങനൊരു പ്രൊമോഷൻ കൊടുത്തതിന് ശേഷമാണ് പല മെഡിറ്റേഷൻ ടെക്നിക്കാണെങ്കിലും ഹീലിംഗ് ടെക്നിക്കാണെങ്കിലും ഇതെല്ലാം ഇന്നത്തെ ശിഷ്യന്മാർക്കും അല്ലെങ്കിൽ പല ആളുകൾക്കും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഒരു യഥാർത്ഥ ആത്മീയതയിലെത്തിയ ഒരാൾ ചിലപ്പോൾ ഈ ആളുകളെ ഈ ഭൗതികതയിൽ നിന്ന് ഒന്ന് മോചിപ്പിക്കാൻ വേണ്ടി അവർക്കൊരു ലീനിയർ മോട്ടിവേഷൻ കൊടുത്തെന്ന് വരും. അത് തുടക്കത്തിലാണ്. പക്ഷേ ഈ ലീനിയർ മോട്ടിവേഷൻ തന്നെ യഥാർത്ഥ ആത്മീയതയിലേക്കുള്ള തടസ്സമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായെങ്കിലേ യഥാർത്ഥ ആത്മീയത വരുള്ളൂ. ഈ പലർക്കും പറ്റുന്ന കുഴപ്പം, അവർ ലീനിയർ ട്രാക്കിൽ പിടിച്ചു തൂങ്ങി ഇങ്ങനെ ഇരിക്കും. അത് ഹിമാലയത്തിലെ ബഹുഭൂരിപക്ഷ ആളുകളും ഇങ്ങനെ ഒരു ട്രാക്കിൽ കിടക്കുന്നവരാണ്. അവർ യഥാർത്ഥ ആത്മീയതയിൽ ഒരിക്കലും എത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അവർക്ക് ചുരുക്കമായിട്ട് ചില ആത്മീയാനുഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ആത്മീയതയുടെ പൂർണ്ണതയിൽ എത്തുന്നതിൽ നിന്ന് അവരെ തടസ്സപ്പെടുത്തുന്നത് ഈ ലീനിയർ മൈൻഡ് സെറ്റാണ്. അതായത് എന്തോ കിട്ടാനുണ്ട്, അത് ഇനി ഫ്യൂച്ചറിൽ കിട്ടും, അതിനുവേണ്ടി നമ്മൾ ഒരുപാട് മണിക്കൂർ കിടന്ന് ധ്യാനിക്കണം. അപ്പോൾ ഈ ധ്യാനം എന്ന് പറയുന്നത് തന്നെ ബലം പിടിക്കലാണ്. അപ്പോൾ ഈ ബലം പിടിക്കലിലൂടെ അവർ കൂടുതൽ അകന്നു പോവുകയുള്ളൂ. പിന്നെ പലരും ഈ ഭക്തി സാധനയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പടം വയ്ക്കുക, അല്ലെങ്കിൽ ഒരു ശിവലിംഗം വയ്ക്കുക, അപ്പോൾ അതിലിങ്ങനെ ഒരുപാട് മണിക്കൂർ പൂജ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് യഥാർത്ഥത്തിലുള്ള ആത്മീയതയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൂജ, താന്ത്രിക്, മാന്ത്രിക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ചില ശക്തികൾ കിട്ടുന്നുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതെ, ചിലപ്പോൾ ഇതൊക്കെ കോൺസെൻട്രേഷന് ഹെൽപ്പ് ചെയ്യും. കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റേജാണ്. മെഡിറ്റേഷനിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് കോൺസെൻട്രേഷൻ. അപ്പോൾ ഈ പൂജ, ഇങ്ങനെയുള്ള റിച്വൽസ് ഒക്കെ കോൺസെൻട്രേഷൻ ഹെൽപ്പ് ചെയ്യും.